മണലാരണ്യങ്ങളിലെ കൊടുംചൂടിലും അനുകരണ കലയോടുള്ള അഭിനിവേശത്തിന്റെ ചൂട് ദിനം പ്രതി ജ്വലിപ്പിക്കുന്ന പ്രവാസി മലയാളി ഇബ്രാഹിം മൂവാറ്റുപുഴ. നാടും വീടും വിട്ട് കണ്ണെത്താ ദൂരമകലെ കുടുംബത്തിനായി കഷ്ടപ്പെടുമ്പോഴും മിമിക്രിയുടെ വേറിട്ട ശബ്ദമുഖങ്ങൾ ശീലിക്കുന്നു ഈ അനുഗ്രഹീത കലാകാരൻ. 13-ാം വയസ്സു മുതൽ മിമിക്രി രംഗത്ത് സജീവമായ ഇബ്രാഹിമിന് പ്രോത്സാഹനങ്ങളുമായി എന്നും കൂടെയുള്ളത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. കുവൈത്തിലെ സലൂൺ അൽഫരീജ് എന്ന സ്ഥാപനത്തിൽ ബാർബറായി ജോലി ചെയ്ത് തന്റെ മുന്നിലെത്തുന്നവരുടെ മുഖസൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നതോടൊപ്പം മിമിക്രിയിലൂടെ അവരുടെ മനസ്സും കീഴടക്കുന്നു ഈ യുവപ്രതിഭ. പ്രവാസികളെയും സ്വദേശികളെയും ഒരുപോലെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഇബ്രാഹിമിനെ നർമ്മത്തിന്റെ പൂത്തിരി തെളിയുന്ന ഈ ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? കുവൈറ്റ് ഗംഭീരമായോ? ഗംഭീരമാണ്. ആരെയൊക്കെയാണ് അനുകരിക്കുക? ഞാൻ സലീമേട്ടനെ അനുകരിക്കും. അത് ശരി, സലീമേട്ടനെ അനുകരിക്കും. പിന്നെ ഡയറക്ടർ സിദ്ദീഖ് സാറ്. ഓക്കെ. പിന്നെ NF വർഗീസ്. അത് ശരി. NN പിള്ള സാറ്. ഓക്കെ. പിന്നെ തിക്കുറിശി. ഇദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഇതല്ല, പക്ഷെ ഒരു പാഷനായിട്ട് ഫോളോ ചെയ്യാണിത്. അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം. സലീമേട്ടനെ തന്നെ തുടങ്ങാം അല്ലേ? അതെ. സലീമേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകണം സലീമേട്ടന്റെ ഫ്രണ്ടില്. മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ്. നീ ആരാ? ആരുടെ കൂടെ വന്നു? അവൻ ഉണ്ണിയുടെ കൂടെ വന്നു, അവന്റെ കൂടെ നീ വന്നു. ഇനി നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരണോ? ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മതി. തൽപരകക്ഷിയല്ല. എങ്ങനെയാ സലീമേട്ടാ സൗണ്ട്? എങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? തിരിച്ചായിട്ട് ജഡ്ജ് ചെയ്യാലോ. അല്ല, സലീംകുമാറിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എത്ര മനോഹരമായ ശബ്ദം എന്ന് പറയുന്നു. താങ്ക് യു. ഓക്കെ. അടുത്ത് ഡയറക്ടർ സിദ്ദീഖ് സാറും സലീംകുമാർ ഏട്ടനും ഒരുമിച്ചൊരു വേദിയിൽ. ദിലീപിനെ സിനിമയിൽ കൊണ്ടുവന്നത് നാദർഷയാണ്. സലീംകുമാറിനെ സിനിമയിൽ കൊണ്ടുവന്നതും നാദർഷയാണ്. കലാഭവൻ മണിയെ സിനിമയിൽ കൊണ്ടുവന്നതും നാദർഷയാണ്. ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി റിമി ടോമിയെ കൊണ്ടുവന്നതും നാദർഷയാണെന്ന്. അപ്പോ ഇവരെല്ലാവരെയും സിനിമയിൽ കൊണ്ടുവന്ന് പോപ്പുലറാക്കിയ നാദർഷ എന്തുകൊണ്ടാണ് ഒരു സ്റ്റാർ ആകാതിരുന്നത്? അത് സിദ്ദീഖ, നമ്മളുടെ ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ഒരുപാട് റോക്കറ്റുകൾ മേളിലേക്ക് പോകുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളുടെ തുമ്പ ഇന്നും ആ പഴയ തുമ്പ തന്നെയല്ലേ? താങ്ക് യു. അടുത്ത താരം NF വർഗീസ് ഏട്ടൻ. നരസിംഹം എന്ന സിനിമയിലെ ഡയലോഗ്. എന്ത് ചൂടാ നീ പകപോക്കുകയാണ് അല്ലേടാ? ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം ഒരു തിരികെടാത്ത വിളക്കിനു മുമ്പിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് നീ ബലിയിടാനെ ഈ മണപ്പുറത്ത് വരുമ്പോൾ ഞാനും ഉണ്ടാകും ഈ മൺകുടത്തിൽ ഒഴിച്ചിരിക്കുന്നത് ഇതേ പുഴയിലൊക്കെ ഒഴുക്കാൻ. കേട്ടോടാ? ഇബ്രാഹിമിന്റെ ശബ്ദവും ഈ ശബ്ദവുമായിട്ട് ഒരു ഒരു കൊച്ചു കുഴലിൽ വലിയ സൗണ്ട് വന്ന പോലെ ഞാൻ പ്രതീക്ഷിക്കില്ല. അത് നേരത്തെ പുള്ളി ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു. പറയുമ്പോ ഇബ്രാഹിം ഞെട്ടിച്ചളഞ്ഞു. അപ്പൊ അടുത്തത് NN പിള്ള സാറ്. ഗോഡ് ഫാദർ എന്ന സിനിമയിലെ ഡയലോഗ്. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഈ 500 ഇനി 3 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു കൊടും. ഇനി നീ പറയുന്നത് നുണയാണെങ്കിലോ അപ്പോഴും 500 3 മക്കളെ ഉള്ളൂ. അവന് ഉയരം വെട്ടി കുഴിച്ചു കൂടുന്ന അത് നിന്നെയായിരിക്കും. നിന്നെ കേറി വാടാ മക്കള്. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഇബ്രാഹിമിനെ ഇവിടെ നിർത്താം. എന്നിട്ട് ഇവിടെ മിമിക്രി ചെയ്യുന്ന ആൾക്കാരെ അങ്ങാട് വിടാം. ഓക്കെ. ഇബ്രാഹിം കലക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്താണ്? അടുത്ത തിക്കുറിശി സാർ. ഓക്കെ. അത് എന്ന് സ്വന്തം മൊയ്തീൻ എന്ന ഡയലോഗാണ് സാറ് ചെയ്യാൻ പോകുന്നത്. കൃഷി സുകുമാരൻ നായര് എന്ത് സ്വന്തം മൊയ്തീനിലെ പൃഥ്വിരാജിന്റെ ഡയലോഗ് പറയാം. അതെ. ഓക്കെ. ഈ പുഴയുടെ കട പിടിച്ച് നടന്ന അറബിക്കടല. അതിനിപ്പോ ഏതൊക്കെ തോണിക്കാരൻ ഏതൊക്കെ കടവിൽ കുത്തു നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ ബാക്കാണല്ലോ ഏറ്റവും വലിയ സത്യം. ഇനി അടുത്ത് നമുക്ക് മുടി വെട്ടിച്ചോണ്ടൊരു മിമിക്രി കാണിച്ചാലെന്ന് പറഞ്ഞിരുന്നില്ലേ? കാണിക്കാലോ. അത് നമുക്ക് കാണിക്കല്ലേ?
അപ്പോ മുടി വെട്ടാനുള്ള ചെയർ കൊണ്ടുവരൂ. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി മിമിക്രി ചെയ്തുകൊണ്ട് മുടി വെട്ടുന്ന ആൾ ദ മിമിക്സ് ബാർബർ. The Mimic Barber, അല്ലേ? അയക്ക ആ എന്നാണ്ട് വിശേഷം, സുഖല്ലേ? നല്ല വിശേഷം, സുഖം തന്നെ. ഇവിടെ മിമിക്രി കേൾക്കാന്ന് ഓർത്ത് ഇറങ്ങി നിൽക്ക. ആ ആ ആ ഇക്ക മിമിക്രി ഒക്കെ പറയാം, നല്ലൊരു സുഖമുള്ളൂ. ഓക്കെ. അപ്പൊ നിനക്ക് ഏത് വോയിസ് ആണ് ഇപ്പൊ ചെയ്യേണ്ടത്? നമ്മുടെ സലീം കുമാറിന്റെ വോയിസ് ഇല്ലേ? സലീമേട്ടന്റെ? ആ സലീമേട്ടന്റെ വോയിസ്. ഓക്കെ ഓക്കെ, ആ, ചെയ്യാലോ. ആ. മൈക്കിൾ, എലിയോസ്, ജാക്സൺ, എലിയോസ്, നീ ആരാ? ആരുടെ കൂടെ വന്നു? അവൻ ഉണ്ണിയുടെ കൂടെ വന്നു, അവന്റെ കൂടെ നീ വന്നു. ഇനി നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ കൂടെ ആരും വന്നിട്ടില്ല. എന്നാ ഞാൻ വരുന്നു. ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞാൽ മതി, തൽപര കക്ഷിയല്ല. ഇക്ക പറയിക്ക, ഇനി അടുത്ത ഡയലോഗ് പറയേ, ഒരു ഉന്മേഷാവട്ടെ. അടുത്ത ഡയലോഗ് നമുക്ക് ജനാർദ്ദനൻ ചേട്ടന്റെ വോയിസ് കേട്ടാലോ? പിന്നെ എന്നാ അടിപൊളി. ഇച്ചിരി പഴയ ഡയലോഗാണ്, കുഴപ്പമില്ല. ഇക്ക മറ്റേ മുടി വെട്ടുമ്പോ എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വോയിസ് അതൊക്കെയാണ്. ഓ, നീ തങ്കപ്പനല്ല, പൊന്നപ്പനാ,